സഹോദരങ്ങളെ, ഒരു മൂന്നാം ലോക മഹായുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അമേരിക്ക ഏത് നിമിഷവും ഇപ്പോൾ ഇറാനെതിരെ ആക്രമണം അടിച്ചുവിടാനുള്ള സാധ്യതയുണ്ട്. ഔദ്യോഗികമല്ലെങ്കിൽ പോലും പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ശനിയാഴ്ചക്ക് മുമ്പായിട്ട് 21-ാം തീയതിക്ക് മുമ്പായി ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഇതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ഇസ്രയേലിന്റെ മീഡിയകളിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട്, അമേരിക്ക ഏത് നിമിഷവും ആക്രമണം നടത്താനുള്ള സാഹചര്യം ഉണ്ട്. ആക്രമണം നടത്തുന്നതിന് തൊട്ടു മുമ്പായി ഇസ്രയേലിനെ വിവരം അറിയിക്കുമെന്ന് അമേരിക്ക ഇപ്പോൾ ഇസ്രയേലിന് വിവരം നൽകിയതായി ഇസ്രയേലിലെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതോടൊപ്പം അമേരിക്കയിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്, മിഡിൽ ഈസ്റ്റിൽ അവരുടെ സഖ്യകക്ഷികളെയും അമേരിക്കൻ താല്പര്യങ്ങളെയും അമേരിക്കൻ സൈനികരെയും സുരക്ഷിതമാക്കാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്നു, അതെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ യുദ്ധം ആസന്നമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇറാൻ ഇപ്പോൾ ഒമാൻ കടലിൽ നോട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഈ കടൽ ഭാഗത്ത് നിശ്ചിത സമയങ്ങളിൽ കപ്പലുകളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന വിവരം അറിയിക്കുകയാണ്. അതിശക്തമായ ആയുധ പരിശീലനം, അഭ്യാസം നടക്കാൻ പോവുകയാണ്. അത് ഈ കപ്പലുകൾക്ക്, അത് മറ്റു കപ്പലുകൾക്ക് ഒരു പക്ഷേ ആക്രമിക്കപ്പെടാനോ കേടുപാടുകൾ പറ്റാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ നാവികസേന ഇങ്ങനെയുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ വ്യോമ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട വലിയൊരു ഏരിയയിൽ വ്യോമ നിരോധിത മേഖലയായി ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതും മിസൈൽ ടെസ്റ്റിന്റെ ഭാഗമാണ് എന്നാണ് ഇറാൻ പറയുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ആക്രമണം അടുത്തെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അദ്ദേഹം പറയുന്നത് ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, യുദ്ധമില്ലാതെ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതേസമയം ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ആക്രമണം നടത്തുന്ന ഒരു വിഭാഗത്തിനും കീഴടങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ വിട്ടുവീഴ്ച നൽകുന്ന ഒരു രീതി ഇറാന്റെ മുന്നിലില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഏത് വിഭാഗങ്ങളെയും ആക്രമിച്ച് പരാജയപ്പെടുത്തുക എന്നതാണ് ഇറാന്റെ രീതി. അതുകൊണ്ട് ആർക്ക് മുന്നിലും അടിയറ വെക്കുക എന്നത് ഇറാൻ ഒരിക്കലും ചെയ്യുകയില്ല. സമാധാനപരമായ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശം ഇറാനുണ്ട്. അതിൽ നിന്ന് ഒരു കാരണവശാലും ഒരു ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ടും ഇറാൻ അതിൽ നിന്ന് പിന്മാറുകയില്ല. ആ കാര്യങ്ങളുമായി ഇറാൻ മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പെസഷ്കിയാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഇറാൻ പൂർണ്ണമായി ആണവ നീക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല എങ്കിൽ ആക്രമണം ഉറപ്പാണ്. ഞങ്ങൾക്ക് ഡീഗോ ഗാർഷ്യ ഉപയോഗിക്കേണ്ട സാഹചര്യം ഇറാനെതിരെ ഉണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്.